ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞതുപോലെ ട്രാവലിംഗ് വീഡിയോ അല്ല. വ്യാഴാഴ്ച നൈറ്റ് നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലും പോയി ഒരു സ്പേസിൽ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ റൂമിൽ കയറാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നും കൂടെ അൽബേക്കിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. സൗദിയിലെ അത്യാവശ്യം എല്ലായിടത്തും ബ്രാഞ്ചുള്ള നല്ല ബ്രോസ്റ്റ് കിട്ടുന്ന ഷോപ്പാണ് അൽബേക്ക്. മിക്ക വ്യാഴാഴ്ചകളിലും ഞങ്ങളെല്ലാവരും ഔട്ടിങ് പോകുമ്പോൾ അൽബേക്കിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അൽബേക്കിൻ്റെയാണ്. നമ്മളങ്ങനെ ഇവിടെ വന്ന് ബ്രോസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഒക്കെ വരും തിരക്കുള്ള സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിനി അകത്ത് പോയിട്ട് സീറ്റ് അവൈലബിൾ ആണെന്ന് നോക്കണം. സീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. എന്നാലും നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ ഞാനും ഷെഫിനും ഇവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. സാധാരണ വരുമ്പോഴത്തേക്ക് എന്നും നല്ല തിരക്കാണ്. ഇന്ന് എന്താണെന്നറിയില്ല, വലിയ തിരക്കില്ലാതെ പോലെ തോന്നുന്നുണ്ട്. അല്ലാത്തപ്പോഴത്തേക്ക് ഇവിടെ സീറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. ഇനിയിപ്പോൾ അവന്മാർ നമ്മുടെ ബ്രോസ്റ്റ് വാങ്ങിയിട്ട് അവിടെ നിന്ന് വരും. ആ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ നമ്പർ വരുമ്പോൾ പോയാൽ മതി ആക്ച്വലി. പിന്നെ അവന്മാരവിടെ സീറ്റ് ഉള്ളതുകൊണ്ട് അവിടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ അതുമായിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട്. അവന്മാർ ബ്രോസ്റ്റ് ഒക്കെ വാങ്ങാൻ പറ്റും. അൽബേക്ക് അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ആക്കാം. യെസ്, അതിൻ്റെ കൂടെ നമ്മൾ മിറണ്ടയാണ് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അൽബേക്കിൻ്റെ സിമ്പിൾ കാണാം. കാരണം അൽബേക്കിൻ്റെ അത്യാവശ്യം എല്ലാത്തിലും അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ ഇവിടുത്തെ ഒരു കോക്ടെയിലാണ്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കെച്ചപ്പും തൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതലും കോക്ടെയിലാണ് വാങ്ങാറുള്ളത്. ഏതാണ്ട് മാൻ ഇവിടുത്തെ അൽബേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽബേക്കാണ്. നല്ല പീസും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവർ ആഡ് ചെയ്യുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഷാലും ഇവിടെ ഇരിപ്പുണ്ട്. ഫുഡൊക്കെ ഫുള്ള് കാലി. ഇനി ഇതിൻ്റെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം ചുമ്മാ ഇരിക്കണം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുക. പുറത്ത് ഇതുപോലെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. മിക്ക ദിവസം ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ ഷാവല്, മലപ്പുറം നിലമ്പൂരാണ് വീട്. ഇത് ഷെഫിൻ കോഴിക്കോട്. പിന്നെ ഇത് സെയ്ഫ് മണ്ണാർക്കാട്. പിന്നെ റഷീദ് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഇല്ലായിരുന്നു. റഷീദിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അവൻ മലപ്പുറത്താണ്. ഇപ്പോൾ റഷീദ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ, എൻ്റെ നാട് കോട്ടയം. ഇപ്പം എല്ലാവരും ഇവിടെ ഒരു ഫുഡ് കമ്പനിയിൽ സെയിൽസ്മാൻമാരായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി എന്താ പരിപാടി? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയല്ലോ. ഓക്കെ, ബാ.
അങ്ങനെ നമ്മളിവിടെ അടുത്തൊരു ബീച്ചുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ സൈഡിലിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകും. സോ അങ്ങോട്ടത്തേക്ക് കേട്ടോ. ബീച്ചിന്റെ സൈഡ് എത്തിയിട്ടുണ്ട്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സൗകര്യമായിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് ഇടാം. നമ്മളങ്ങനെ ബീച്ചിന്റെ സൈഡിൽ വന്നിട്ടുണ്ട്. അതായത് ഈ കാണുന്ന വെട്ടം കണ്ടോ, ഇതിങ്ങനെ ആ സൈഡ് വരെ എൻഡ് വരെ അങ്ങനെ പോയി കിടക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ എൻട്രൻസ് വഴി കയറിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. നമ്മൾ അതിൻ്റെ എൻട്രൻസ് വഴി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ചെറിയ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ സൈഡിലുള്ള ആ ഒരു വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ രസമാണ്. അങ്ങനെ നമുക്കിതാ ഇവിടെ ഇരിക്കാൻ ചെറിയൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടാണ്. ചെറിയ ഈ ലാമ്പിൻ്റെ വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളിവിടെ ഇരിക്കാൻ വരുമ്പോഴത്തേക്കും കുടിക്കാൻ വേണ്ടി നാട്ടിലെ സോഡ, അത് ആക്ച്വലി ഇവിടെതാ ഈ ക്യാനിലാണ് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇതിൻ്റെ അകത്ത് നാരങ്ങയും ഐസും കൂടി ഇട്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. സോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതും കുടിച്ച് ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാം. പോണ വഴിക്ക് സൈഡിൽ ചെറിയ ചെറിയ ഐസ്ക്രീം സ്റ്റാളുകളും അതുപോലെ തന്നെ കോഫി സ്റ്റാളുകളും. വൈകിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് കോഫി കുടിക്കുക, അതുപോലെ തന്നെ ആ ബീച്ചിന്റെ സൈഡിൽ പോയിരിക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. ഇവിടെ കൂടുതലും നൈറ്റാണ് എല്ലാവരും ഇറങ്ങുന്നത്. ഇന്നിപ്പോ
വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആളുകൾ കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ലേറ്റ് ആയിട്ടാണ് കയറാല്. ഇപ്പൊ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.